CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് തൃശൂർ ഈസ്റ്റ്. ചാവക്കാട് തൊട്ടുപിന്നിൽ 3 നാൾ കച്ചവട നഗരിക്ക് കലയുടെ വിസ്മയ പകർന്നാട്ടങ്ങൾ സമ്മാനിച്ച 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. മത്സരാർത്ഥികൾ വേദിയിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. മത്സരങ്ങളുടെ സമയക്രമം പാളുന്നത് കുട്ടികളെ വലയ്ക്കുന്നു. ഒപ്പന മത്സരത്തിൽ മത്സരാർത്ഥികൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടും ശാരീരികാവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. സീനിയർ ഗ്രൗണ്ടിലെ വേദിക്കെതിരെയും പരാതി. എരുമപ്പെട്ടിയിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്കുവാഹനത്തിൽ കടത്തുകയായിരുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ഈസ്റ്റ് മുന്നിൽ. ആദ്യം കലോത്സവ വിശേഷം. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. 617 പോയിന്റ് നേടിയാണ് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നത്. 603 പോയിന്റുള്ള ചാവക്കാട് ഉപജില്ലയാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്തുള്ള ഇരിങ്ങാലക്കുട ഉപജില്ലയ്ക്ക് 590 പോയിന്റുണ്ട്. ആദ്യ ദിനങ്ങളിൽ മുന്നിലായിരുന്ന ആതിഥേയരായ കുന്നംകുളം നിലവിൽ 5ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 195 പോയിന്റുമായി മുന്നിലുണ്ട്. 3 നാൾ കച്ചവട നഗരിക്ക് കലയുടെ വിസ്മയ പകർന്നാട്ടങ്ങൾ സമ്മാനിച്ച 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. മത്സരാർത്ഥികൾ വേദിയിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. ബദനി സ്കൂളിലെ 7ാം നമ്പർ വേദിയിലാണ് മത്സരാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായത്. മുൻപ് തീരുമാനിച്ച പ്രകാരമാണ് വിധികർത്താക്കൾ വിധി നിർണയം നടത്തിയതെന്നാണ് പരാതി. 1ാം സ്ഥാനം നേടിയ ടീമിനെ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നെന്നും ഈ ടീമിന്റെ കളിയിൽ അപാകതകളുണ്ടായിരുന്നതായും മറ്റു മത്സരാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു. ആ മാഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാർക്ക് കയറ്റിയിടും. അവരുടെ ആ മാർക്ക് ആ ജഡ്ജ് എന്താണോ മാർക്കിട്ടാൽ ഇവിടെ അതാണ് വാസ്തവം. ഇതിൽ യാതൊരു മാറ്റമില്ല ഇവിടെ. അപ്പോൾ എല്ലാ കൊല്ലം ഒരേ വിധികർത്താവ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ശരിയല്ല എന്നുള്ളതല്ല, ശരിയാണോ എന്നുള്ളതല്ല, അതിൽ മണ്ണഴിമതിയുണ്ട്. അതിവിടെ ഇതിൻ്റെ കാര്യകർത്താക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ വർഷം മാള സെന്റ് ആന്റണി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നെ ബാക്കിയുള്ളവർ കളിച്ചിട്ട് വലിയില്ലേ? ഞങ്ങൾ പ്ലസ് 2 ആണ്. ഞങ്ങൾക്ക് അവസാനത്തെ ഒരു കലോത്സവമാണ്. ഞങ്ങൾക്കൊന്നും വലിയില്ല. ഇവിടെ കളിച്ച് ക്ലാസ്സുകൾ പോവാ, റെക്കോർഡ് പോവാ, എല്ലാം പോവാ. എന്നിട്ട് ഇവിടെ കളിച്ചിട്ട് ഇവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കണില്ല. ബസ് ഒരാൾ പോലും കേൾക്കുന്നില്ല. ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് കേട്ടപ്പോഴാണ് കൊടുക്കാണ് അല്ലെങ്കിൽ കൊടുക്കല്ലേ. മത്സരം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പോലീസും സംഘാടകരുമെത്തി ഇവരെ അനുനയിപ്പിച്ച് വേദിയിൽ നിന്നിറക്കി. പരിപാടി തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും പരാതികളുണ്ടെങ്കിൽ അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കുവാനും പോലീസ് പറഞ്ഞു. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ടീം CCTV. പാതിരാത്രിയിലും സജീവമായി CCTV സ്റ്റുഡിയോ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം നടത്തുന്നതിന് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ സ്റ്റുഡിയോയാണ് പാതിരാത്രിയിലും സജീവമായി പ്രവർത്തിച്ചത്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്കാണ് സമാപിച്ചത്. വേദി 3-ൽ നടന്ന കോൽക്കളിയും വേദി 7-ൽ നടന്ന ചവിട്ടുനാടകവുമാണ് നേരം പുലരുവോളം നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അരങ്ങേറിയത്. മത്സരങ്ങളുടെ സമാപനം വരെയുള്ള തത്സമയ സംപ്രേഷണമാണ് നടന്നത്. കൂടാതെ പുലർച്ചെ 2 മണിവരെയുള്ള സമയത്ത്
മത്സരങ്ങളിൽ വിജയികളായവരെ പരിചയപ്പെടുത്തുകയും മത്സരത്തിനൊരുങ്ങിയതിന്റെയും വേദിയിലെ അനുഭവങ്ങളുടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും കലാപ്രകടനം അവതരിപ്പിക്കുകയും ചെയ്തതിനുള്ള വേദിയായി മാറിയ സ്റ്റുഡിയോ പ്രവർത്തന സജ്ജമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് വിജയികളായ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റുഡിയോയിലെത്തുമ്പോൾ സമയം പുലർച്ചെ 1:30 കലാവതരണവും സെൽഫി എടുപ്പുമായി കുട്ടികൾ സ്റ്റുഡിയോയിൽ സജീവമായി. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തത്സമയ സംപ്രേഷണം ഇടതടവില്ലാതെ നടത്തുന്ന CCTVയുടെ പ്രവർത്തനത്തെ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC ശ്ലാഘിച്ചു. പലപ്പോഴും രാത്രികാലങ്ങളിലേക്ക് കലോത്സവം നീണ്ടു കഴിയുമ്പോൾ 10 മണിക്കും 11 മണിക്കും ഒക്കെ ചാനലുകാരും എല്ലാം നിർത്തിപ്പോയി കഴിയുമ്പോൾ പല കുട്ടികൾക്കും അതിനുശേഷം വരുന്ന റിസൾട്ടുകൾ അത് പുറത്തേക്ക് അറിയിക്കാനും എല്ലാം ബുദ്ധിമുട്ട് വരും. ആ സമയത്താണ് കുന്നംകുളത്തിൻ്റെ പ്രാദേശിക ചാനലായിരിക്കുന്ന CCTV ഈ സമയം ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു വീഡിയോ തരുമ്പോൾ സമയം 1:30 ഈ 1:30 വെളുപ്പിനെ 1:30 ബദനി സെന്റ് ജോൺ സ്കൂളിലെ CCTVയുടെ സ്റ്റുഡിയോ ഫ്ലോർ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരെയും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയും കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ടീമിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ കലോത്സവത്തിലൂടെ കേരളവും ലോകവും മുഴുവനും നമ്മുടെ CCTVയുടെ ആ ഒരു പേരും പ്രശംസയും എല്ലാം എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രധാന വേദികളിൽ നിന്നുള്ള മത്സരങ്ങളുടെ തത്സമയ കാഴ്ചകൾ ജില്ലയിലെ 5 ലക്ഷത്തിലധികം കുടുംബങ്ങളിലേക്കാണ് CCTV എത്തിക്കുന്നത്. ടീം CCTV. കലോത്സവ നഗരിയിൽ നിന്നും രമ്യ ചേരുന്നു. രമ്യ, കലോത്സവത്തിൽ ഇന്നത്തെ മത്സരങ്ങൾ സമാപനത്തോടടുക്കുകയാണ്. എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ? നിഷ, കലോത്സവം 3-ാം ദിവസം പിന്നിടുമ്പോൾ ഏറെ വൈകിയും വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് 16 വേദികളിൽ മത്സരം നടന്നിരുന്നു. ഇപ്പോഴും 9 വേദികളിൽ മത്സരം തുടരുകയാണ്. പ്രധാനമായും തിരുവാതിരക്കളി, ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു ഇന്ന് പ്രധാന മത്സരങ്ങൾ. ഇന്നലെ നമുക്കറിയാം ഏറെ വൈകിയാണ് മത്സരങ്ങൾ സമാപിച്ചത്. ഇന്നും മത്സരങ്ങൾ വൈകാൻ തന്നെയാണ് സാധ്യത. നിഷ, ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും ചെയർമാനും കൂടി ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. 3-ാം ദിവസം പിന്നിടുകയാണ്. ഇന്നലെ ഏറെ വൈകിയാണ്, ഇന്ന് പുലർച്ചെയോടെയാണ് പ്രോഗ്രാംസുകളൊക്കെ സമാപിച്ചത്. ഇന്നും അങ്ങനെ വൈകാനുള്ള സാധ്യത ഉണ്ടോ? ഇന്നും കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ നിശ്ചയിച്ച സമയത്ത് മത്സരാർത്ഥികൾ എത്തുന്നില്ല എന്നുള്ളതുണ്ട്. പിന്നെ ഒന്നാമത് വരുന്ന ആളുകൾക്ക് കളിക്കാനൊരു മടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പോളിസി അല്ല, എല്ലാവരും കളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കളിക്കട്ടെ എന്നും ആണ് പ്രോഗ്രാം കമ്മിറ്റി അങ്ങനെയാണ് കണ്ടത്. മാറ്റി നിർത്തേണ്ടതില്ല, കളിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് കുറച്ച് വൈകി പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പൊതുവേ മറ്റ് റവന്യൂ ജില്ലാ കലോത്സവം ഇതിന് മുന്നേ നമ്മൾ കണ്ടതാണ്, കുന്നംകുളത്ത് കണ്ടതാണ്. അതിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സുഗമമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 8172 വരുന്ന വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മളാണെന്നുവെച്ചെങ്കിൽ ഇതിൻ്റെ ഷെഡ്യൂൾ നിശ്ചയിക്കുന്ന സമയത്ത് ജില്ലയ്ക്കകത്ത് ഉപജില്ലാ മത്സരങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം വന്ന മത്സരാർത്ഥികളെ കൂടി ചേർക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ അനുഭവമാണ് എന്തായാലും. പ്രത്യേകിച്ച് ലേറ്റ് ആവും തോറും, അതായത് പ്രോഗ്രാമുകൾ ലേറ്റ് ആവുമ്പോൾ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് പറഞ്ഞിരുന്നു. അത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരം വൈകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ശ്രദ്ധപ്പെട്ടാൽ കമ്മിറ്റി അവിടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നാളെ സമാപന സമ്മേളനമാണ്, എങ്ങനെയായിരുന്നു ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം? ഇതുവരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സമയക്കുറവ് അല്ലെങ്കിൽ സമയം വൈകിയതൊരു കുറവായിട്ട് തന്നെ ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ട് മത്സരാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാനായിട്ട് പല വേദികളും ഓരോ വേദി കഴിയുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ വേദി സ്ഥാപിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇന്നൊരു 10 മണിക്ക് തീർക്കണം എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ആശിക്കുന്നത്. അതിനുള്ള പല വേദികളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ 1-2 വേദി ഒരു 11 മണിക്കുള്ളിൽ കഴിയും അങ്ങനെ തീർക്കാനായിട്ട് സാധിക്കും എന്നാണ് വിശ്വാസത്തിലാണ് പോണത്.
കലോത്സവ കാഴ്ചകൾ തത്സമയം നമ്മൾ CCTV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കറിയാം 4 മണിയൊക്കെ ആകുമ്പോഴാണ്, ഇന്ന് പുലർച്ചെയാണ്. അപ്പോൾ ആ പുലർച്ചെ വരെയും നമ്മുടെ സ്റ്റാഫുകൾ ഈ ഒരു പരിപാടിയുടെ കൂടെ നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് CCTV വലിയൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. കുന്നോളത്തെ സംബന്ധിച്ചിടത്തോളം കുന്നോളത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മാധ്യമമാണ് CCTV. ഈ വൈകിയ വേളയിൽ ഏതാണ്ട് CCTVയുടെ ജീവനക്കാർ വെളുപ്പിന് 4 മണി വരെ ഈ പ്രവർത്തനങ്ങളെ, കലോത്സവത്തെ, കലാമേളയെ പ്രോത്സാഹിപ്പിക്കാനെടുത്ത തീരുമാനത്തെ പ്രോഗ്രാം കമ്മിറ്റിക്കാർ എന്ന രീതിയിൽ ഞങ്ങളതിനെ വല്ലാതെ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു. ടോണി, ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും കൺവീനറുമാണ് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഇന്ന് 11 മണിക്കുള്ളിൽ പല മത്സരങ്ങളും സമാപിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവർ പങ്കുവച്ചത്. നമുക്കറിയാം ഇന്നലെ ഏറെ ലൈറ്റായിട്ടാണ് കലോത്സവം കഴിഞ്ഞത്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവച്ചിരുന്നു. എന്തായാലും കലോത്സവം അതിൻ്റെ സമാപനത്തിലേക്ക് അടുക്കുകയാണ്. നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം, 6 മണിക്കാണ് സമാപന സമ്മേളനം നടത്തുക എന്നറിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുന്നംകുളം നഗരി, കച്ചവട നഗരി വലിയൊരു ആഘോഷ ആരവം ആയിട്ട് തന്നെയാണ് ഈ കലോത്സവത്തെ ഏറ്റെടുത്തത്. കലോത്സവ വേദിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് രമ്യ സനിൽ. അസമയത്തും ആവേശം ചോരാതെ കോൽക്കളി മത്സരം. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം ആരംഭിച്ചത് പുലർച്ചെ 1 മണിക്ക്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3-ാം നമ്പർ വേദിയിലാണ് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം അരങ്ങേറിയത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30-ക്കാണ് കോൽക്കളി മത്സരത്തിന് സമയം തീരുമാനിച്ചത്. എന്നാൽ ഈ വേദിയിലെ മറ്റു മത്സരങ്ങൾ പൂർത്തിയാകാൻ വൈകിയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കോൽക്കളി ആരംഭിച്ചത്. എന്നാൽ പ്രതികൂല സമയമായിട്ടും മത്സരാർത്ഥികളുടെയും കാണികളുടെയും ആവേശത്തിന് ഒട്ടും കുറവ് വന്നില്ല. പിഴയ്ക്കാത്ത ചുവടുകളും തെറ്റാത്ത കോലടികളും മത്സരിച്ച ടീമുകളുടെ മികവ് എടുത്തുകാട്ടി. വേദിയുടെ തറയിലെ മിനുസവും വീതിക്കുറവും മത്സരാർത്ഥികളിലും കാണികളിലും ആശങ്ക ഉയർത്തിയെങ്കിലും ചടുലമായ ചുവടുകളിലും കോലടികളിലും ഒട്ടും പിഴവ് വരുത്തിയില്ല. മത്സരാർത്ഥികൾ വട്ടക്കോലിൽ താളമിട്ടപ്പോൾ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. മറിഞ്ഞടിയും മിനിക്കളിയും ചാഞ്ഞടിയും കഴിഞ്ഞ് ഓരോ ടീമുകളും അടക്കത്താളത്തിന്റെ മുറുക്കം രൗദ്രത്താളത്തിലെത്തിയപ്പോൾ കാണികളുടെ ആവേശം വാനോളമുയർന്നു. പങ്കെടുത്ത മുഴുവൻ ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡ് സ്വന്തമാക്കി. മതിലകം സെന്റ് ജോസഫ് സ്കൂളാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. കോൽക്കളി അതൊരു ആവേശമാണ്. ശരീരത്തിലും മനസ്സിലും ഇഴുകിച്ചേർന്ന ആവേശം. പ്രതികൂല സാഹചര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മുഴുവൻ ടീമുകളും എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. വിഷയ വൈവിധ്യം കൊണ്ടും അവതരണ മികവിനാലും കയ്യടി നേടി മോണോ ആക്ട് മത്സരം. പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ പിതാവിന്റെ പരിശീലനത്തിൽ വേദിയിൽ ഭാവ അഭിനയത്തിന്റെ വിസ്മയം തീർത്ത വേലൂർ സ്വദേശിയും തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജ്വാല റോസ് ബി 1-ാം സ്ഥാനം നേടി. ഗാസയിലെ യുദ്ധം മുറുകുമ്പോൾ കത്തിയമരുന്ന പൊട്ടിത്തെറിക്കുന്ന കുഞ്ഞു ജീവനുകൾക്ക് സമർപ്പിച്ചായിരുന്നു ജ്വാലയുടെ ഏകാഭിനയം ആരംഭിച്ചത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ശക്തമാകുമ്പോൾ, പോര് കനക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും പക്ഷം ചേർന്ന് ഏറ്റുമുട്ടുകയാണ്. ഇതൊന്നും അറിയാതെ വീണുടയുന്ന കുഞ്ഞുങ്ങളുടെ ആവലാതികൾ അരങ്ങിൽ അവിസ്മരണീയ പ്രകടനത്തോടെ ജ്വാല പകർന്നാടിയപ്പോൾ വിധികർത്താക്കൾക്കും മറിച്ചൊന്നും ആലോചിക്കാനുണ്ടായില്ല. നമസ്കാരം. ഗാസയിലെ യുദ്ധം എല്ലാ മാനുഷിക മൂല്യങ്ങളും തകർത്ത് മുന്നേറുമ്പോൾ നമുക്കിടയിലും സോഷ്യൽ മീഡിയ യുദ്ധം മുറുകുകയാണ്. ഇരുപക്ഷത്തേക്കും ചേരിതിരിഞ്ഞ് നാം പോരാടുമ്പോൾ ഒന്നും അറിയാതെ പൊട്ടിത്തെറിക്കുന്ന കത്തിയമരുന്ന ബാല്യങ്ങളുടെ ജീവനുകൾക്ക്, വേദനകൾക്ക് ആര് സമാധാനം പറയും? എല്ലാ ചെസ് നമ്പറും
നല്ല നിലവാരം പുലർത്തിയിരുന്നു. എല്ലാവർക്കും എ ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. ഉയർന്ന തലത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോഡ് നമ്പർ 9. പിതാവ് കണ്ടാണശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബാണ് ഗുരു. കലാപ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്ന ബിഞ്ചു നിരവധി ഹ്രസ്വചിത്രങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒട്ടനവധി അംഗീകാരങ്ങളും നേടിയ പിതാവിന്റെ ശിക്ഷണത്തിൽ ഉപജില്ലാ തലത്തിൽ നിരവധി തവണ ഈ ഇനത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു. അധ്യാപികയായ ബിനി മാതാവും നിയമവിദ്യാർത്ഥിയായ ജീവ സഹോദരിയുമാണ്. യുദ്ധം, പുരാണ കഥകൾ, മാലിന്യ പ്രശ്നം, പീഡനങ്ങൾ തുടങ്ങി നിരവധി സംഭവങ്ങളാണ് ഏകാഭിനയത്തിന് വിഷയങ്ങളായത്. സമകാലിക സംഭവങ്ങളടങ്ങുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ എടുത്തുകാട്ടുന്ന മികച്ച പ്രകടനങ്ങളാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ ഏകാഭിനയ വേദിയെ സമ്പന്നമാക്കി. വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പും ഭാവാഭിനയത്തിനും ഏറെ പ്രാധാന്യമുള്ള മോണാക്ട് മത്സരം നിലവാരം പുലർത്തിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ക്യാമറമാൻ ഹരി ഇല്ലത്തിനൊപ്പം PS ടോണി, ടീം CCTV. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഒപ്പനവേദി സന്തോഷത്തെക്കാളേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത്. സമയം ഏറെ വൈകി നടന്ന ഒപ്പന മത്സരത്തിൽ ഭൂരിഭാഗം കുട്ടികളും ശ്വാസതടസ്സം അനുഭവപ്പെട്ടും ശാരീരിക അവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം നമ്പർ വേദിയിലാണ് ഒപ്പന മത്സരം നടന്നത്. അസമയത്ത് നടന്ന മത്സരത്തിനിടയിൽ മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണു. പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. സ്റ്റേജിൽ നിന്ന് കുട്ടികളുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു. ആംബുലൻസുകൾ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞു. പോലീസ് വാഹനങ്ങളിലും കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യസഹായം നൽകേണ്ട മെഡിക്കൽ സംഘം സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഘാടക പിഴവ് പറയാതിരിക്കാൻ കഴിയില്ല. വേദിയുടെ അസൗകര്യവും മത്സരാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചു. മുൻപുള്ള മത്സരങ്ങൾ നടക്കാൻ സമയം വൈകിയതാണ് ഒപ്പന മത്സരത്തെ പ്രതികൂലമായി ബാധിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കേണ്ട UP വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത് വൈകിട്ട് 5 മണിക്കാണ്. 3 മണിക്ക് നടക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത് രാത്രി 9 മണിക്ക് ശേഷവുമാണ്. അവസാനിച്ചതാകട്ടെ കുട്ടികൾ രാത്രിയായപ്പോൾ തളർന്നു. അരപ്പട്ട ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വലിച്ചു മുറുക്കി കെട്ടിയതിനാൽ ശരിയായ രീതിയിൽ ശ്വാസം കിട്ടാത്തതാണ് കുട്ടികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. കൃത്യമായി വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതും ഇവരെ ക്ഷീണിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കേണ്ട കോൽക്കളി മത്സരമാണ് ഇപ്പോൾ വേദിമൂന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ കൃത്യമായ സമയത്ത് ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംഘാടകർ തയ്യാറാകണം. അല്ലെങ്കിൽ ആഘോഷമായി നടത്തേണ്ട കലോത്സവങ്ങൾ ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദിയായി മാറും. കുറ്റപ്പെടുത്തിയതല്ല, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. വേദിയൊരുക്കുന്നതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച മത്സരാർത്ഥികളെയും കാണികളെയും വലച്ചു. 15ാം വേദിയായ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടാണ് വിവാദങ്ങളുടെ വയ്യാവേലിയായത്. തായമ്പക, ചെണ്ടമേളം, പഞ്ചവാദ്യം, നാഗസ്വരം എന്നീ മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത്.
രാവിലെ 9 മണിക്ക് ആരംഭിക്കേണ്ട മത്സരങ്ങൾ 10 മണിയോടെയാണ് തുടങ്ങിയത്. മത്സരാർത്ഥികളെ പൊരിവേലത്ത് നിർത്താനാണ് തീരുമാനിച്ചിരുന്നത്. എതിർപ്പ് ശക്തമായതോടെ സീനിയർ ഗ്രൗണ്ടിലെ കവാടത്തിലേക്ക് മത്സരം മാറ്റി. എന്നാൽ മത്സരം കാണണമെങ്കിൽ വെയിലേറ്റ് വിയർത്ത് കുളിക്കണം. ആകെ 10 കസേരകളാണുണ്ടായിരുന്നത്. 3 എണ്ണം വിധികർത്താക്കൾ എടുത്തു. മത്സരം ആസ്വദിക്കാനാകാതെ കാണികൾ തണലത്ത് വിശ്രമിച്ചു. ചിലർ ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ മത്സരം ഫോണിൽ പകർത്തി. വെയിൽ നീങ്ങി വരുന്നതിനനുസരിച്ച് വിധികർത്താക്കളുടെ ഇരിപ്പിടങ്ങളുടെ സ്ഥാനവും മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങൾ അവസാനിച്ചതോടെ വേദി സീനിയർ ഗ്രൗണ്ടിലെ തണൽമരത്തിന് ചുവട്ടിലേക്ക് മാറ്റി. കാണികളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് വേദി മാറ്റിയതെന്ന് വേദിയുടെ ചുമതലയുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട AEO MC നിഷ പറഞ്ഞു. തായമ്പക കഴിഞ്ഞ് പഞ്ചവാദ്യ മത്സരം ആരംഭിക്കുമ്പോഴേക്കും കൂടുതൽ കസേരകളും എത്തിച്ചു. ഇതോടെ വേദി കാണികളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞു. ടീം CCTV. ജില്ലാ കലോത്സവത്തിൽ ഹാട്രിക് വിജയവുമായി സഹോദരങ്ങൾ. ചാലക്കുടി സ്വദേശികളായ ഭരത് നാരായണൻ, ദേവനാരായണൻ എന്നിവരാണ് എ ഗ്രേഡോടെ തിളക്കമുള്ള വിജയം സ്വന്തമാക്കിയത്. ഹയർ സെക്കൻഡറി വയലിൻ പൗരസ്ത്യ വിഭാഗം മത്സരത്തിൽ ഭരത് നാരായണൻ 1ാം സ്ഥാനം നേടിയപ്പോൾ അനുജൻ ദേവനാരായണൻ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ദേവനാരായണൻ ഉൾപ്പെട്ട ടീം സംഘഗാനത്തിലും എ ഗ്രേഡോടെ സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടിയിരുന്നു. ഭരത് ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSSലെ +2 വിദ്യാർത്ഥിയും ദേവ മാള സെന്റ് ആന്റണീസ് HSSലെ +1 വിദ്യാർത്ഥിയുമാണ്. എൻ്റെ പേര് ദേവനാരായൺ, എൻ്റെ ചേട്ടൻ ഭരത് നാരായൺ. ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ ജില്ലാ കലോത്സവം അതിൽ എനിക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും ഭരതിന് വയലിനിൽ ഫസ്റ്റ് എ ഗ്രേഡും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചേട്ടനും കൂടി ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ കൊല്ലം നാഷണൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവലായി നാഷണൽ ലെവലിൽ സെക്കൻഡ് കിട്ടി. ഇവരുടെ മൂത്ത സഹോദരൻ ഗൗതം നാരായണനും വയലിൻ കലാകാരനാണ്. ഡി-സോൺ, ഇന്റർസോൺ, ദേശീയ തലത്തിൽ ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിലും വയലിനിൽ 1ാമതെത്താൻ ഗൗതമിനായിട്ടുണ്ട്. അച്ഛനായ ചാലക്കുടി ബാറിലെ അഭിഭാഷകൻ P. നാരായണൻകുട്ടിയും അമ്മ സ്മിതാലക്ഷ്മിയും കലാപാരമ്പര്യമില്ലെങ്കിലും മക്കളിലൂടെ കലയുടെ ലോകത്തേക്കെത്തിയതിന്റെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭരതിന് തന്നെയായിരുന്നു 1ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ദേവനാരായണനും സംസ്ഥാന തലത്തിലേക്ക് എ ഗ്രേഡോടെ അർഹത നേടിയിരുന്നു. അവിടെയും ഇരുവർക്കും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ടീം CCTV. വേദനകൾ കടിച്ചമർത്തി ചുവടുകൾ വെച്ച് ഇവാനിയ. വേദി 7-ൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിലാണ് കാലിൽ പ്ലാസ്റ്ററുമായി ഇവാനിയ പങ്കെടുത്തത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇവാനിയ. 2 ദിവസം മുമ്പാണ് ഇടത്തെ കാലിൽ പേശിവലിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാൻഡേജ് ഇട്ടത്. കാലിലെ പരിക്കുമായി ലാസ്യം നിറഞ്ഞ ചുവടുകളോടെ തന്റെ ടീം അംഗങ്ങൾക്കൊപ്പം ഭംഗിയായി തന്നെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് കാണികളുടെ കയ്യടി നേടിയിരിക്കുകയാണ് കൊച്ചുമിടുക്കി. തന്റെ പരിക്ക് മൂലം ടീമിലെ മറ്റംഗങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ പോകരുത് എന്നതും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളുമാണ് തന്നെ സ്റ്റേജിൽ എത്തിച്ചത് എന്നും ഇവാനിയ പറഞ്ഞു. സന്തോഷമുണ്ട്. സബ്ജില്ല കിട്ടിയിട്ട് ഇവിടെ എത്തി. അപ്പൊ കാലിന് 2 ദിവസം മുന്നേ ഡോക്ടറെ കാണിച്ചപ്പോ മസിൽ സ്ട്രിങ്ങാന്ന് പറഞ്ഞേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ. ഞാനില്ലെങ്കിൽ ഇവരൊക്കെ മാർക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വന്നു. അപ്പൊ ഫാമിലിയും ടീച്ചേഴ്സും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രമാണ് ഞാൻ അവിടെ എത്തിയത്. ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കരിക്കാട് അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആദ്യമായാണ് കരിക്കാട് അല്ലമീൻ സ്കൂളിന് അവസരം ലഭിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് മത്സരത്തിൽ കാഴ്ചവെച്ച മികവാണ് ഈ ഭാഗ്യത്തിന് വഴിയൊരുക്കിയത്. ബൈത്തുപാട്ടിന്റെ താളത്തിനൊത്ത് വേഗത കൂട്ടിയുള്ള ദഫ്മുട്ടാണ് ഇവരെ 1ാം സ്ഥാനത്തിന് അർഹരാക്കിയത്. ദലാലി
ദഫ്മുട്ടിൽ പ്രശസ്തനായ പാടൂർ പരീത് ഗുരുക്കളുടെ പ്രിയ ശിഷ്യൻ മുജീബ് പാടൂരാണ് പരിശീലകൻ. മാസങ്ങളോളമുള്ള കഠിനമായ അധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ ഒരു നേട്ടം മക്കൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ദിനങ്ങളിൽ രാത്രിയായാലും പകലായാലും ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു റിസൾട്ട് ഞങ്ങൾ കാണുന്നത്. അനുഷ്ഠാനകലമായിട്ടുള്ള ഈ ദഫ്മുട്ട് പൂർവികരായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് കൈവഴികളിലൂടെ തലമുറകളായി കൈമാറിക്കൊണ്ടാണ് ഞങ്ങളിലേക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഗുരുകുല സമ്പ്രദായത്തിൽ ഇത് പഠിച്ചതാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. രാത്രിയിലാണ് അധികവും വരാറ്, വൈകിട്ടുള്ള സമയത്ത്. ആ സമയത്തൊക്കെ കുട്ടികളെ വിടാനും വളരെ കൃത്യമായിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ പ്രാക്ടീസിനെ ഇടപെട്ടുകൊണ്ട് നല്ലൊരു സപ്പോർട്ട് പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അവർക്കും ഒരു സന്തോഷം നമ്മൾ ഈ വേളയിൽ അറിയിക്കാം. റിഫൈൻ ഷെയ്ഖിന്റെ മധുഹുകളാണ് ഗാനമായി ആലപിച്ചത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഒറ്റ, 3, 5 എന്ന ക്രമത്തിലുള്ള മുട്ടുകളും കോരിമുട്ടും ചുഴറ്റിമുട്ടും രൗദ്രത്തിലുള്ള ജദ്ബിന്റെ ഹാലും ആസ്വാദകരിൽ ആവേശം നിറച്ചു. ഈ ഘടകങ്ങളുടെ പൂർണ്ണതയാണ് കരിക്കാട് അല്ലമീൻ സ്കൂളിലെ ദഫ് സംഘത്തിന് വിജയകിരീടം ചൂടിച്ചത്. ബൈത്തുകളുടെ ആലാപന ശൈലിയും മുട്ടുകളിലെ വൈവിധ്യവും വാദ്യവാദനവുമാണ് അല്ലമീൻ സ്കൂളിന് വിജയകിരീടം ചൂടിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്. കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നായ സംഘനൃത്തം വേദി 2-ൽ നിറഞ്ഞാടിയപ്പോൾ കാണികൾ നിറ കയ്യടിയോടെ നെഞ്ചിലേറ്റി. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. അമ്മയ്ക്കു കട്ടിലും കുഞ്ഞിന് തൊട്ടിലും താരാട്ടും കൂട്ടി കരുതി വെക്കുന്നു. എത്തമിൽ സ്നേഹം ഇതെന്തൊരു കരുത. ഒരുക്കത്തിലെ ഒരുമ പോലെ 7 പേരും ഒരുമയോടെ വേദിയിൽ ഭാവങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കാണികൾക്കും ആവേശമായി. കലോത്സവത്തിൽ ഏറെ പ്രയത്നിച്ചാണ് ഓരോ ടീമും വേദിയിൽ മാറ്റുരയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെലവേറിയ ഇനങ്ങളിലൊന്നാണ് സംഘനൃത്തം. മറ്റു പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഭാവവും ശ്രദ്ധയും അർപ്പണവും ഒരുപോലെ പ്രകടമാകേണ്ട നൃത്തരൂപമാണിത്. കണ്ണെഴുതുന്നതും മുടി കെട്ടുന്നതുമടക്കം 7 പേരടങ്ങുന്ന സംഘത്തിന് എല്ലാം ഒരുപോലെയാകണം. ഒരുക്കത്തിലെ ഒരുമ വേദിയിലും നിർബന്ധമാണ്. ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനത്തിലാണ് വേദി 9-ൽ സംഘനൃത്തം കാണികളെ ഹരം കൊള്ളിച്ചത്. കന്യാകുമാരി ചരിത്രം, പുരാണ യുദ്ധങ്ങൾ, വയനാട് ദുരന്തം തുടങ്ങി വ്യത്യസ്ത പ്രമേയങ്ങൾ ഓരോ ടീമും അവതരിപ്പിച്ചു. 16 ടീമുകൾ UP വിഭാഗത്തിലും HS വിഭാഗത്തിൽ 19 ടീമുകളുമാണ് ഉണ്ടായിരുന്നത്. ഇരു വിഭാഗത്തിലും സേക്രഡ് ഹാർട്ട് സ്കൂളാണ് A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. രാത്രി ഏറെ വൈകിയാണ് മത്സരം സമാപിച്ചതെങ്കിലും നിറഞ്ഞ സദസ്സ് ശ്രദ്ധേയമായി. സംസ്ഥാന കലോത്സവ വേദികളിലടക്കം നിരവധി വർഷമായി വിധി നിർണയം നടത്തുന്ന കന്യാകുമാരി ഷൺമുഖ പെരുമാൾ, RLV ശ്രീദേവി മുനീഷ്, ആർച്ച N രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ മത്സരങ്ങളും ഉന്നത നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ടീം CCTV. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മംഗലം കളിയോടെയാണ് ഹോളി ചൈൽഡ് CG UP സ്കൂളിലെ വേദി 9 ഉണർന്നത്. സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര കലകളിലൊന്നായ മംഗലം കളി സദസ്സിനും കൗതുകമായി. മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ തനതുവേഷമായ മുണ്ടും ബ്ലൗസും മേൽമുണ്ടായി തോർത്തും ചുറ്റി പാളത്തൊപ്പിയും കല്ലുമാലയും വെറ്റില സഞ്ചിയും തൂക്കി വിദ്യാർത്ഥികൾ അരങ്ങിലെത്തി.
പ്രാചീനോപകരണങ്ങളുടെ താളത്തിന്റെ അകമ്പടിയിൽ ആടിപ്പാടി കളിച്ചു തുടങ്ങി. ആവേശം കൂടി അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളി പുരോഗമിച്ചത്. അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിഷേധം കലകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ ഗോത്രഭാഷ്യമായിരുന്നു മംഗലം കളി. 12 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് HS സ്കൂൾ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടി. കാസർഗോഡ് സ്വദേശികളായ കുഞ്ഞിക്കണ്ണൻ പൂങ്കുന്നം, MV അനന്തൻ, സതീശൻ കുറ്റിക്കോൽ എന്നിവരാണ് വിധി നിർണയം നടത്തിയത്. ടീം CCTV. വിജയപ്രഖ്യാപനം വന്നപ്പോൾ ആഹ്ലാദം നിയന്ത്രിക്കാനാകാതെ മംഗലം കളി വിജയികൾ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHS മരത്തങ്കോട് 1ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ ടീമുകളും A ഗ്രേഡ് നേടി. ക്ഷണിച്ചോളൂ. അച്ഛൻ പകർന്നു നൽകിയ താളത്തിൽ മകൻ സംസ്ഥാന തലത്തിലേക്ക് കൊട്ടിക്കയറി. തായമ്പക ഹൈസ്കൂൾ തല മത്സരത്തിലാണ് അച്ഛന്റെ പാത പിന്തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി CA അനുനന്ദ് ജേതാവായത്. ചിത്രാംപരി എന്ന കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് 15ാം വേദിയിലാണ് തായമ്പക മത്സരം നടന്നത്. കഴിഞ്ഞ തവണ ജില്ലാതലത്തിൽ 3ാം സ്ഥാനം നേടിയ അനുനന്ദ് ഇത്തവണ ചാവക്കാട് ഉപജില്ലയുടെ അഭിമാനം കാത്ത് 1ാം സ്ഥാനത്തെത്തി. പ്രശസ്ത വാദ്യകലാകാരൻ താമരയൂർ അനീഷ് നമ്പീശന്റെ മകനാണ് അനുനന്ദ്. വാദ്യകലാരംഗത്ത് സിൽവർ ജൂബിലിയുടെ നിറവിലെത്തിയ അച്ഛന്റെ താളങ്ങൾ മകന്റെ മനസ്സിലും ഓളം വെട്ടുകയായിരുന്നു. ചെണ്ടയോടുള്ള കമ്പം കണ്ടറിഞ്ഞ് അനീഷ് മകന് വാദ്യകലയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി. ൽ അനുനന്ദ് ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചു. 6 വർഷം കൊണ്ട് വാദ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കമുള്ള ഉത്സവങ്ങൾക്ക് അനീഷ് നമ്പീശൻ മേളം അവതരിപ്പിക്കുമ്പോൾ മകൻ അനുനന്ദും കൂടെയുണ്ടാകും. കഴിഞ്ഞ 23-ന് ക്ഷേത്രത്തിൽ നടന്ന പരുവക്കാട്ട് കുടുംബമക ഏകാദശി വിളക്കിന് അനുനന്ദും ചെറുശ്ശേരി അർജുനനും അവതരിപ്പിച്ച ഡബിൾ തായമ്പക ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലടക്കം 150ഓളം വേദികളിൽ അനുനന്ദ് മേളം അവതരിപ്പിച്ചിട്ടുണ്ട്. 2022 ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുവേഗപ്പുറ എൻഡോമെന്റ് പുരസ്കാരവും ലഭിച്ചു. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കലോത്സവത്തിലെ 8 ടീമുകളെ പിന്തള്ളി അനുനന്ദ് ഒന്നാമനായത്. 1ാം സ്ഥാനം നേടാൻ പ്രാപ്തനാക്കിയതിന് മകൻ അച്ഛനോട് നന്ദി പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് അനുനന്ദ്. ഞാൻ ഇപ്രാവശ്യത്തെ ജില്ലാതല കലോത്സവത്തിൽ ഫസ്റ്റ് വാങ്ങി. എൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ്. പേര് അനീഷ് നമ്പീശൻ, അമ്മ നിഷ. അച്ഛൻ ചെണ്ട കൊട്ടണ കേട്ടിട്ടാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത്. അപ്പം ഞാൻ അതിൽ പഠിച്ചു. 2018 അച്ഛൻ്റെ ശിക്ഷണത്തോടുകൂടി 2018 അരങ്ങേറി. വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് കിട്ടിയതിൽ. അച്ഛന് ഒരുപാട് നന്ദി. അനുനന്ദിന്റെ പ്രകടനം കാണാൻ അച്ഛനും അമ്മ നിഷയും എത്തിയിരുന്നു. സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണിവർ. 22 വർഷമായി തായമ്പക മേളം രംഗത്തുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് അധികം പരിപാടികൾക്കും ഉണ്ടാവുക, ബാക്കി പൂരങ്ങൾക്കും. 2018 ഞാൻ തന്നെയാണ് തായമ്പക പഠിപ്പിച്ച് അരങ്ങേറ്റിയത്. കൂടാതെ മേളം, പഞ്ചവാദ്യത്തിലെ അടയ്ക്ക തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ ജില്ലാതലത്തിൽ 3rd കിട്ടിയത്, A ഗ്രേഡ്. ഈ വർഷം അത് ഫസ്റ്റ് ആയിട്ട് കിട്ടി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം സന്തോഷം. ടീം CCTV. മലയാള പ്രസംഗത്തിൽ ഹാട്രിക് വിജയം നേടി ഹൃതിക ധനഞ്ജയൻ. ചാവക്കാട് മമ്മിയൂർ LFCG-HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹൃതിക നവമാധ്യമങ്ങളും പഠനകാലവും എന്ന വിഷയത്തിൽ സംസാരിച്ചാണ് 1ാം സമ്മാനം നേടിയത്.
കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവം പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയിരുന്നു. 2 തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. പ്രഭാഷകനും മാധ്യമപ്രവർത്തകനുമായ KC ശിവദാസാണ് ഗുരു. ചാവക്കാട് മണത്തല ആലുങ്ങൽ ധനഞ്ജയന്റെയും തളിക്കുളം ടാഗോർ സ്കൂൾ അധ്യാപിക KS സുരഭിയുടെയും മകളാണ്. പ്രസംഗത്തിനു പുറമെ കഥാരചന, കവിതാരചന, വാർത്താവായന, ക്വിസ് എന്നിവയിലും സമ്മാനം നേടിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ മിടുക്കി. ഞാൻ LFCGHSS മമ്മിയൂരാണ് പഠിക്കുന്നത്. എത്ര കാലമായി ഇവിടെ മത്സരിച്ചു തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 8, 9 ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത്. 2 വർഷമായിട്ട് സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? മത്സരം നല്ല സ്ട്രോങ് ആയിരുന്നു. എല്ലാ പാർട്ടിസിപ്പൻസും നല്ലായിരുന്നു. എന്തായിരുന്നു വിഷയം കിട്ടിയത്? വിഷയം നവമാധ്യമങ്ങളും പഠന കാലഘട്ടവും. ഇന്നത്തെ സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ്. എങ്ങനെയായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്? ഇല്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്നാലും ഒരു ഫിയർ. 5 മിനിറ്റ് മുമ്പേ വിഷയം കിട്ടുള്ളൂ. അപ്പോൾ വിഷയം എന്തായിരിക്കും എന്നുള്ളൊരു. എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത് ഇതിന് വേണ്ടിയിട്ട്? മുൻപൊക്കെ പോയിന്റ്സ് നോട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ കറണ്ട് ഇവൻസിൻ്റെ ഒക്കെ അങ്ങനെ. ആരാണ് പരിശീലിക്കാനായിട്ട് സഹായിക്കുന്നത്? ആരാണ് വീട്ടിൽ? എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്. ആള് റിപ്പോർട്ടറാണ്. അപ്പം ഒരു പ്രഭാഷകനും കൂടിയാണ്. പാപ്പൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അപ്പീലുമായി എത്തി ജില്ലാ കലോത്സവം മോണോ ആക്ടിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ C അവന്തിക. ഭരണഘടന വിഷയമാക്കിയായിരുന്നു അവന്തികയുടെ പ്രകടനം. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷിക വേളയിൽ 2024 നവംബർ 26 സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണം ഇതിവൃത്തമാക്കിയാണ് അവന്തിക ഭാവാഭിനയ നിറവിൽ വേദി സമ്പന്നമാക്കിയത്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷിക നിറവിലാണ് നമ്മുടെ രാജ്യം. കുന്നംകുളം ഉപജില്ലയിൽ നിന്നും ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത നേടാനാകാതെ പോയപ്പോൾ അപ്പീലുമായി എത്തിയാണ് അവന്തിക എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ഈ കുന്നംകുളത്ത് മത്സരത്തിൽ എ ഗ്രേഡ് ലഭിക്കാത്തതിൽ എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നു? നല്ല ചെയ്തിട്ടും കിട്ടാണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് അപ്പീൽ പോയത്. ഏത് വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു? ഉപജില്ല മാലിന്യത്തിന്റെ കാക്ക പറഞ്ഞ. ഭരണഘടന അംഗീകരിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള കാലം അവതരിപ്പിച്ച് ഭരണഘടന സംരക്ഷിക്കണമെന്നും വർഗീയ വംശീയവാദികൾക്കെതിരെ കുട്ടികൾ ജാഗ്രത പുലർത്തണമെന്നും ഭരണഘടന എന്ന മോണോ ആക്ട് ആഹ്വാനം ചെയ്തു. പനിയും ഛർദിയും ബാധിച്ചു ചികിത്സയ്ക്കിടെയാണ് അവതരണത്തിന് ശാരീരികക്ഷമത അനിവാര്യമായ മോണോ ആക്ടിൽ നേട്ടം കൈവരിച്ചത്. ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? വയ്യ, പനി, എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു? തീരെ വയ്യ, ഛർദിയൊക്കെ. അത് വെച്ചിട്ടാണ് കയറിയത്. എന്നിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. പ്രശസ്ത കലാകാരൻ അഭിൻ അഭിനയയാണ് അവന്തികയുടെ പരിശീലകൻ. കരാട്ടയിൽ സംസ്ഥാന തലത്തിൽ മെഡൽ നേടിയിട്ടുള്ള അവന്തിക മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാറിന്റെയും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രഞ്ജിനിയുടെയും മകളാണ്. ടീം CCTV. ഗുരുശിഷ്യ ബന്ധത്തിന്റെ കഥ പറഞ്ഞ് 1ാം സ്ഥാനം നേടി ഗാർഗി. UP വിഭാഗം സംസ്കൃതം കഥാകഥനത്തിലാണ് ഗാർഗി പവിത്രമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ കഥ പറഞ്ഞത്. ആര്യ പ്രഭാകരഃ ഭവതഃ ശിഷ്യേഷു അത്യന്തം സമർത്ഥഃ ബുദ്ധിമാൻ ച തഥാപി കിമർത്ഥം തം നിർദ്ദയം ദണ്ഡയതി ഭവാൻ തദാ ഗുരു അശ്രൂണി മുഞ്ചന്നവദത് പ്രിയേ പ്രഭാകരഃ മമ പ്രിയതമ ശിഷ്യഃ തസ്മിന്നേകേ ഗുണാഃ സന്തി തസ്യ ഗ്രഹണ സാമർഥ്യം അപാരമേവ. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗാർഗി. സുകുമാര കവിയുടെ ശ്രീകൃഷ്ണവിലാസം കാവ്യമാണ് കഥയായി അവതരിപ്പിച്ചത്. നിരന്തരം തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിനോട് ശിഷ്യന് തോന്നുന്ന വൈര്യവും പിന്നീട് തന്റെ നന്മയാണ് ഗുരു ലക്ഷ്യമിട്ടതെന്നറിയുമ്പോൾ ശിഷ്യനുണ്ടാകുന്ന പശ്ചാത്താപവുമാണ് കഥ. 3 വർഷമായി ജില്ലയിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട്, ഉറുദ് പദ്യം ചൊല്ലൽ, തിരുവാതിരക്കളി എന്നീ ഇനങ്ങളിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ മത്സരത്തിലും എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അധ്യാപകരായ പേരാമംഗലം പുത്തൂര് ശിവകുമാർ രാധിക ദമ്പതികളുടെ മകളാണ് ഗാർഗി. ടീം CCTV.
ഹൈസ്കൂൾ വിഭാഗം സംഘഗാന മത്സരത്തിൽ 12 ടീമുകളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ HSS ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കാണികളുടെ മനസ്സ് കീഴടക്കിയ ഈണങ്ങൾ പകർന്ന മത്സരാർത്ഥികൾക്ക് ശിക്ഷണം നൽകിയത് ഇരിങ്ങാലക്കുട സ്വദേശിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഭിനന്ദ് മാഷാണ്. വയനാട് ദുരന്തം പോലുള്ള സമകാലിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ച് നവഭാവങ്ങൾ ചേർത്ത് പുതിയ പരീക്ഷണാർത്ഥം ഒരുക്കിയ വരികളും ഈണങ്ങളുമാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിന് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യാനും അത് ആ പാട്ടിനോട് 100% രീതി പുലർത്തി അവർ പാടി. അപ്പോൾ അതിലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പഠിച്ച സ്കൂളിൽ തന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത് പുതിയൊരു പാട്ട് അത് വളരെ നന്നായിട്ട് അവർ പാടി. അപ്പോൾ പ്രകൃതിയുടെ നവരസങ്ങളായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് റവന്യൂ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്ത് കുന്നംകുളം നഗരസഭ ഈ വർഷം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മംഗലംകളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയ നൃത്തം, മലപ്പുലയാട്ടം എന്നീ ഇനങ്ങൾക്കുള്ള ഓവറോൾ ട്രോഫികളും കഥകളി മത്സര വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫിയുമാണ് നഗരസഭ സ്പോൺസർ ചെയ്തത്. കഥകളി മത്സരത്തിലെ വിജയികൾക്ക് നൽകി വന്നിരുന്ന ട്രോഫികൾക്ക് വർഷങ്ങളായി ഉപയോഗിച്ചതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ മുൻകൈയെടുത്ത് ട്രോഫികൾ നൽകാൻ സന്നദ്ധരായത്. ഇതിനൊപ്പമാണ് കലോത്സവ വേദികളിലെ പുതിയ ഇനങ്ങളായ ഗോത്രകലകൾക്കുള്ള ഓവറോൾ ട്രോഫികൾ കൂടി നൽകുന്നതിന് തയ്യാറായത്. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ CCTV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ട്രോഫി കമ്മിറ്റി ചെയർമാൻ KK മുരളി, കൺവീനർ അത്തിക് BV, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് ട്രോഫികൾ കൈമാറി. ഈ വർഷം നമുക്ക് ആദിവാസി നൃത്തങ്ങൾ 5 ഐറ്റംസ്, മംഗളംകളി, പണിയ നൃത്തം തുടങ്ങിയ ഇരുള നൃത്തം തുടങ്ങിയ 5 ഐറ്റംസ് പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ട്രോഫികൾ നഗരസഭയുടെ ജനപ്രതിനിധികൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുക. അതുകൂടാതെ ഇന്ന് അന്യം നിന്ന് പോകുന്ന കഥകളി, അത് കഥകളിയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി കുന്നംകുളത്ത് തന്നെയാണ് അതിനെ കഥകളി ക്ലബ്ബും ഒക്കെ രൂപീകരിച്ച് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഥകളിക്കുള്ള ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കുള്ള ട്രോഫി നഗരസഭയുടെ എവർ റോളിംഗ് ട്രോഫി നഗരസഭയുടെ കൗൺസിലിൻ്റെ കുന്നംകുളം നഗരസഭയുടെ അതായിട്ടാണ് സ്പോൺസർ ചെയ്യുന്നത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസന സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PK ഷബീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സജിനി പ്രേമൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, PK ഷബീർ, പ്രിയ സജീഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ KK മുരളി, മിഷ സെബാസ്റ്റ്യൻ, ഷാജി ആലിക്കൽ, പ്രവീണ ഭവേഷ്, ഷീജ ഭരതൻ, PV സജീവൻ, പുഷ്പ മുരളി എന്നിവരാണ് ട്രോഫികൾ സ്പോൺസർ ചെയ്തത്. കഥകളിക്കുള്ള ഓവറോൾ ട്രോഫി നഗരസഭ എന്ന നിലയിലുമാണ് നൽകിയത്. ടീം CCTV. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അപൂർവ നേട്ടത്തിന് അർഹരായി സഹോദരിമാർ. തൃശൂർ കോരപ്പത്ത് ലൈനിൽ താമസിക്കുന്ന അറക്കൽ രാജൻ ധന്യ ദമ്പതികളുടെ മക്കളായ ഉത്തര ആർ കൈമൾ, നിതാര ആർ കൈമൾ എന്നിവരാണ് വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി ശ്രദ്ധേയരായത്. ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഉത്തര. ഇംഗ്ലീഷ് നിമിഷപ്രസംഗത്തിലാണ് ഉത്തര ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഹിന്ദി പദ്യം ചൊല്ലലിൽ കഴിഞ്ഞ തവണ ഉത്തര A ഗ്രേഡ് നേടിയിരുന്നു. ഹോളി ഫാമിലി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിതാര. ഹിന്ദി പദ്യം ചൊല്ലലിലാണ് നിതാര ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ നിതാര A ഗ്രേഡ് നേടിയിരുന്നു. So I'm talking about the role of our Indian Constitution in shaping our Indian society. Yes, our Constitution, as we all know, is a fundamental document on which the principles of our whole country stand. And there are 5 words in the preamble of the Constitution which goes that India is a sovereign, socialist, secular and democratic republic. These are the 5 words that can best define the country India. Team CCTV. ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലെന നസ്രിന്.
ആലാപന മികവാണ് ലെന നസ്രിന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹയാക്കിയത്. മച്ചാട് VNMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ലെന നസ്രിൻ. കൺകളില്ലെങ്കിലും എന്നു വരികൾ തുടങ്ങുന്ന ഗാനമാണ് ലെന നസ്രിൻ ആലപിച്ചത്. ഉഹൂദ് യുദ്ധചരിത്രം ആസ്പദമാക്കിയ ഗാനം രചിച്ച് ജനാബ് ബദറുദ്ദീൻ പാറന്നൂരാണ്. ചൊന്നവനും ഫാത്ത് ഒന്നേക്കാൾ ചാട്ട് ചുത്തിരം എന്നതാണ് ഇശൽ. ഇർഷാദ് സ്രാമ്പിക്കലാണ് ഈണം നൽകിയതും പരിശീലിപ്പിച്ചതും. കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഉറുദു പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് നേടിയിരുന്നു. വെള്ളർക്കാട് നിസാർ സെറീന ദമ്പതികളുടെ മകളാണ് ലെന നസ്രിൻ. ും ചുങ്കുട പൊൻകതിലെങ്കും താനം പങ്കീഷത്തരുൾ ചെപ്പിടുമപ്പടി ഊഹതടലതിലേ തിങ്കളുമങ്കും അമ്പിയ തങ്കള സിംഗം ഹംസ തിണ്ടോരത്തിൽ കിണ്ടര തുണ്ടിടു പടക്കൊട്ടുമയിലേ ചങ്കക്കളമെങ്കും നിറന്തിടെ ഹംസ അങ്കക്കളി പൊങ്കി ഇലങ്കിടെ ഫർസാൻ ചങ്കക്കളമെങ്കും നിറന്തിടെ ഹംസ അങ്കക്കളി പൊങ്കി ഇലങ്കിടെ ഫർസ സിംഗം നിറൈതാനേ. കാട്ടകാമ്പാലിൽ മേഖലയിലെ കോൾപ്പടവുകളിൽ 2 ബണ്ടുവരമ്പ് പൊട്ടി. വാവേക്കർ താമരവട്ടം കോൾപ്പടവുകളിലാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ ബണ്ട് പൊട്ടിയത്. ഞാറുനട്ട പാടങ്ങൾ ഇതോടെ വെള്ളത്തിലായി. വൈകിട്ട് വാവേക്കർ കോൾപ്പടവിലാണ് ആദ്യം ബണ്ട് പൊട്ടിയത്. ഇവിടെ വെള്ളം നിറഞ്ഞതോടെ സമീപത്തെ താമരവട്ടം കോൾപ്പടവിലും ബണ്ട് വരമ്പ് പൊട്ടി വെള്ളം ഒഴുകി. ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് കോൾപ്പടവുകളിൽ ഉണ്ടായിട്ടുള്ളത്. വാവേക്കർ പടവിലെ ബണ്ട് വരമ്പ് പൊട്ടിയതും സമീപ കോളുകളിൽ വെള്ളം കവിഞ്ഞൊഴുകി അപകട ഭീഷണി നിലനിൽക്കുന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുമ്പോൾ ദുരിതത്തിലായ കർഷകരുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കാർഷിക മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടറും സ്ഥലം സന്ദർശിച്ച് നഷ്ടപരിഹാരം നൽകണമെന്ന് K ജയശങ്കർ ആവശ്യപ്പെട്ടു. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കീഴിലുള്ള കോൾപ്പടവുകളിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അകലാട് ബ്ലാങ്ങാട് വീട്ടിൽ 37 വയസ്സുള്ള അൻസാറിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ് കണ്ടക്ടറെ മർദ്ദിക്കുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പ്രതിയുടെ ഭാര്യയോട് കണ്ടക്ടർ മൊബൈൽ നമ്പർ ചോദിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 പേർ പിടിയിൽ. തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത്ത് എന്നിവരാണ് പിടിയിലായത്. 2 പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം അർദ്ധരാത്രിയോടെയാണ് സംഭവം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടാനായത്. 42ഓളം പൊതികളിലായി ടാപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിലെത്തിച്ച കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ATM കവർച്ചാ മാതൃകയിൽ കഞ്ചാവ് കടത്തിന് പിന്നിലും വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കമ്മീഷണർ ഇളങ്കോ R IPS, കുന്നംകുളം ACP CR സന്തോഷ്, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റിജിൻ M തോമസ് എന്നിവരുടെ നിർദ്ദേശാനുസരണം SIമാരായ TC അനുരാജ്, PV പ്രദീപ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. SI വിജേഷ്, CPOമാരായ അരുൺ, ബാബു, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വാഴക്കന്ന് വിതരണം നടത്തി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഗായത്രി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, ഷീബ ചന്ദ്രൻ, ജയൻ പാണ്ഡ്യത്ത്, TO ജോയ് എന്നിവർ സംസാരിച്ചു. ഗുണഭോക്താക്കളായ കർഷകർക്ക് നേന്ത്രവാഴക്കന്നുകളാണ് വിതരണം ചെയ്തത്. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 2025 ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചൂണ്ടൽ ലോക്കൽ തല സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. ചൂണ്ടൽ KPSTA ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TA ഫൈസൽ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, മുൻ ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, കൂനമുച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം PK വത്സൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി TA ഫൈസൽ ചെയർമാൻ, M പീതാംബരൻ കൺവീനർ,
രേഖ സുനിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ സംഘപരിവാർ ബന്ധമുപേക്ഷിച്ച് പാർട്ടിയിലേക്ക് വന്ന ഷിബുവിനെ ഉഷ പ്രഭുകുമാർ ഹാരാർപ്പണം ചെയ്ത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. തിച്ചൂരിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാതൃകയായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണന്റെ വിയോഗം നാടിന് നികത്താൻ ആകാത്തതായിരുന്നുവെന്ന് VT ബൽറാം പറഞ്ഞു. നാട്ടിലെ അവശത അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ പേരിൽ സഹായ സമിതി രൂപീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി M രവീന്ദ്രൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷംന സണ്ടേക്കാട്ടിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ, വാർഡ് മെമ്പർ അനിത, വീരചന്ദ്രൻ, മണികണ്ഠൻ, രതീഷ് കഴനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി MASM എക്സ്പോ 2024 എന്ന പേരിൽ പ്രദർശനവും ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ വിമുക്തിയുടെ പവലിയനും പുരാവസ്തുക്കളുടെ വൻ ശേഖരം ഉൾക്കൊള്ളുന്ന പൈതൃകം സ്റ്റാളും ഉൾപ്പെടുന്ന പ്രദർശനം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ കൗതുകമുണർത്തി. 60ാം വാർഷികത്തിന്റെ ഭാഗമായി സഹപാഠിക്ക് ഒരു വീട് പദ്ധതിയുടെ 2ാമത്തെ ഭവന നിർമ്മാണത്തിന് ഫണ്ട് സമാഹരിക്കുന്നതിനായി 100ൽ പരം സ്വാദിഷ്ട വിഭവങ്ങളൊരുക്കി അതിവിപുലമായ ഭക്ഷ്യമേളയും ഒരുക്കിയിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി MK മുഹമ്മദ് മുനീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ VM കരീം മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ സുധ ടീച്ചർ, ദ്രൗപദി, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, MPTA പ്രസിഡന്റ് സബിത ഷാജി, VHSE പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജോയ് ചെറിയാൻ, എക്സൈസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PY ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ K ഹുസൈൻ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജിൽസൺ തോമസ് നന്ദിയും പറഞ്ഞു. ഇവിടെ പഠിക്കുന്ന സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭക്ഷണത്തിന്റെ ഈ ഉത്സവം, ആഘോഷം അത്രമേൽ കഴിവുള്ള ഒരു വലിയ ആഘോഷമായി മാറുകയാണ്. ഭക്ഷണം കിട്ടാത്ത ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഭക്ഷണം ഉത്സവമാകുന്നത് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ വേദനയിൽ, അവന്റെ നൊമ്പര ചെല്ലകളിൽ സാന്ത്വനമായി പെയ്തിറങ്ങാനാണ് എന്ന് പറയുമ്പോഴാണ് ഇത് മഹത്തായ ഒരു സന്ദേശമായി മാറും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും പ്രമേഹ പരിശോധനയും നടത്തി. വിവിധ സ്കൂളുകളിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തി. സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ ട്രഷറി ഓഫീസർ N താഹിറയ്ക്ക് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും തൃശൂർ ജില്ലാ ട്രഷറിയിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ KGOA ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണം നടന്നു. തിരുവല്ലോമല സ്വദേശിയായ താഹിറ 1991 സർവീസിൽ പ്രവേശിച്ചു. തൃശൂർ, ഇരിങ്ങാലക്കുട ജില്ലാ ട്രഷറികളിലും ചാവക്കാട്, കുന്നംകുളം, മണലൂർ, തൃശൂർ, പൊന്നാനി സബ് ട്രഷറികളിലും ജോലി ചെയ്തിട്ടുണ്ട്. പ്രധാന അധ്യാപകനായി വിരമിച്ച സലിം കുമാറാണ് ഭർത്താവ്. കേന്ദ്ര പ്രതിരോധ വകുപ്പിൽ ശാസ്ത്രജ്ഞയായ തസ്നിം AS മകളാണ്. വേലൂരിൽ കർഷകർക്ക് ശല്യമായിരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കർഷകരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി യോഗം ചേർന്ന് പ്രസിഡന്റ് TR ഷോബി കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഉത്തരവിടുകയും ഷൂട്ടർമാരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. വേലൂരിൽ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. പഞ്ചായത്ത് 12ാം വാർഡിൽ ചേർന്തല ക്ഷേത്രത്തിന് സമീപം ചക്കനാരിപ്പറമ്പിൽ പ്രവിത പ്രസന്നന്റെ വീടിനുള്ളിൽ നിന്നാണ് 12 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ നേതൃത്വത്തിൽ പിടികൂടിയ മലമ്പാമ്പിനെ രാവിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഗീവറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. പഴയകാല പൈതൃക പുരാവസ്തുക്കൾ കാണാനും മനസ്സിലാക്കാനുമായി എത്തിയ കുട്ടികളെ സ്വീകരിച്ച് റിട്ടയർഡ് അധ്യാപകനായ ആന്റണി ചിറ്റാട്ടുകര. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെട്ട പൈതൃക സ്മാരകങ്ങൾ കാണാനും പഠിക്കാനുമായി നമ്പഴിക്കാടുള്ള ആന്റണി മാസ്റ്ററുടെ വസതിയിൽ എത്തിയത്. വിദ്യാർത്ഥികൾക്ക് ഇന്ദുലേഖ നോവലിന്റെ ആദ്യകാല പ്രതിയും ചൈനീസ് പാത്രങ്ങളും മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രിഡ്ജും
പഴയകാല റേഡിയോകൾ, വിവിധതരം ക്ലോക്കുകൾ, കിണ്ടികൾ, വിളക്കുകൾ തുടങ്ങി ഭാരതീയ പൈതൃകങ്ങളായ ഒട്ടേറെ വസ്തുക്കളെ മാസ്റ്റർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പൈതൃക വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട വിദ്യാർത്ഥികൾ ആശ്ചര്യത്തോടെ ഇതൊക്കെ സർക്കാരിന് നൽകി സംരക്ഷിച്ചുകൂടെ എന്ന ചോദ്യത്തിന് പൈതൃക വസ്തുക്കൾ ശേഖരിക്കാനും ഭാവി തലമുറയ്ക്ക് ഉപയോഗ്യമായ രീതിയിൽ പ്രദർശിപ്പിക്കാനും ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുപഠിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമീപ പ്രദേശമായ ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് കാണാവുന്ന തരത്തിൽ ഒരു ചരിത്ര മ്യൂസിയം സ്ഥാപിക്കണമെന്നും അതിനായി ഗുരുവായൂർ ദേവസ്വം മുന്നിട്ടിറങ്ങണമെന്നുമാണ് മാസ്റ്ററുടെ ആവശ്യം. അങ്ങനെ താൻ ശേഖരിച്ച വസ്തുക്കളുടെ പ്രാധാന്യവും അതുവഴി താൻ ചെലവഴിച്ച വലിയ തുകയും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ അധ്യാപകനുള്ളത്. സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവിനോടൊപ്പമാണ് കുട്ടികൾ ചിറ്റാറ്റുകര സ്വദേശിയും ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനുമായിരുന്ന ആന്റണി ചിറ്റാറ്റുകരയെ കാണാനെത്തിയത്. ജീവിതഗന്ധിയായ പാഠങ്ങൾ പകർന്നു തന്ന ആന്റണി മാസ്റ്റർക്ക് കുട്ടികൾ മാവിൻ തൈ സമ്മാനമായി നൽകി. മധുരം നൽകിയാണ് മാസ്റ്റർ കുട്ടികളെ യാത്രയാക്കിയത്. സംസ്കൃത വിദ്യാർത്ഥികളായ ഏഗ്ന ജസ്റ്റിൻ, ഡെൽന PD, നിത്യ, അനാമിക എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ഇനി ഗുരുവായൂർ ഏകാദശി വിശേഷം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ ആനന്ദാനുഭവമായി സംഗീത വാദ്യ തരംഗിണി അരങ്ങേറി. വീണയിൽ സൗന്ദരരാജനും, പുല്ലാങ്കുഴലിൽ ഡോക്ടർ P. പത്മേഷ് പരശുരാമനും, വയലിനിൽ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യവും ചേർന്ന് സംഗീത ലയവിന്യാസം തീർത്തു. മൂവരുടെയും വാദനത്തിലെ അനുപമമായ മികവ് കച്ചേരിക്ക് തികവേറ്റി. മൈസൂർ വാസുദേവ ആചാർ രചിച്ച പ്രണമാമഹം ശ്രീ ഗൗരീസുതം എന്നു തുടങ്ങുന്ന കീർത്തനം ഗൗളരാഗത്തിൽ ആദിതാളത്തിൽ വായിച്ചായിരുന്നു തുടക്കം. തുടർന്ന് സ്വാതി തിരുനാൾ കൃതിയായ മാമപ്രസാദ ജനനി കാനഡ രാഗത്തിൽ വായിച്ചു. രൂപകതാളമായിരുന്നു ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ എന്ന ഗാനവും വായിച്ചു. വീണ, വേണു, വയലിൻ കച്ചേരിക്ക് ചങ്ങനാശ്ശേരി ജയൻ മൃദംഗത്തിലും പെരൂക്കാവ് PL സുധീർ ഘടത്തിലുമായി പക്കമേളമൊരുക്കി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഷഷ്ഠി വിളക്ക് ആഘോഷിച്ചു. മാണിക്യത്ത് ചന്ദ്രശേഖരമേനോന്റെ വകയായാണ് ഷഷ്ഠി വിളക്ക് ആഘോഷിച്ചത്. പുരാതന കാലം മുതലേയുള്ള വിളക്കാണിത്. മാണിക്യത്ത് തറവാടിന് സാമൂതിരി രാജവംശവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാവിലെ കാഴ്ചശീവേലിക്ക് കക്കാട് രാജപ്പന്മാരാർ അമരക്കാരനായ മേളം നടന്നു. ഏകാദശിയുടെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ സ്പെഷ്യൽ കച്ചേരികൾ അവസാനിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ സംഗീതോത്സവം ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത ഗായകർ പങ്കെടുക്കുന്ന സംഗീത കച്ചേരികൾ ഉണ്ടാകും. 9:30 മുതൽ 12:30 വരെയാണ് എയർ റിലേ കച്ചേരികൾ. വിളക്കാഘോഷത്തിന്റെ 27ാം ദിവസമായ ശനിയാഴ്ച നെന്മിനി മനവക സപ്തമി വിളക്കാണ്. മറ്റു വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ നടക്കുന്ന 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്നതിനായി 12 അംഗങ്ങൾ ഉൾപ്പെടുന്ന കേരള കബഡി സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീമിന്റെ പരിശീലനം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ കബഡി ഇൻഡോർ ഹാളിൽ ആരംഭിച്ചു. ആദ്യമായാണ് സംസ്ഥാന ടീമിന്റെ പരിശീലനത്തിനായി പഴഞ്ഞി സ്കൂളിന് അവസരം ലഭിക്കുന്നത്. പരിശീലനത്തിനായി സ്കൂളിലെ PTA സ്റ്റാഫ് അംഗങ്ങൾ മികച്ച പിന്തുണയാണ് നൽകിവരുന്നത്. ഡിസംബർ 3 മുതൽ 7 വരെയാണ് പരിശീലന ക്യാമ്പ് പഴഞ്ഞി സ്കൂളിൽ നടക്കുന്നത്. ക്യാമ്പിന്റെ പരിശീലകനായി സ്കൂളിന്റെ കബഡി കോച്ച് ലിജോ ഇ ജോർജ്, ടീം മാനേജറായി സ്കൂളിലെ കായികാധ്യാപകൻ സുജേഷ് എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 10 മുതൽ 13 വരെയുള്ള തീയതികളിലായി മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ടീമിന് ശനിയാഴ്ച യാത്രയയപ്പ് നൽകുമെന്ന് PTA പ്രസിഡന്റ് സാബു ഐനൂർ, പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി എന്നിവർ അറിയിച്ചു. കുന്നംകുളം നഗരസഭ കൃഷിഭവനിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കമുകിൻ തൈകളുടെയും കൃഷിവകുപ്പിന്റെ പദ്ധതിയായ 1 കോടി ബലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനവും ലോക മണ്ണ് ദിനത്തിന്റെ ഭാഗമായി സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണവും നടന്നു. കുന്നംകുളം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ കമുകിൻ തൈകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. 1 കോടി ബലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനം കാർഷിക വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് നിർവഹിച്ചു. സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണം വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ S ജയൻ പദ്ധതി വിശദീകരണവും മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് നടത്തി. 75% സബ്സിഡിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്ത മാവ്, പേര, സപ്പോട്ട, ഇൻഡർ, മംഗള, കമുക് എന്നീ തൈകൾ വിതരണം ചെയ്യുന്നത്.
നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽകുമാർ, കൃഷി ഉദ്യോഗസ്ഥരായ ബിമോൾ, സരിത, കർഷകർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. സാമൂഹ്യ പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന RP മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ സംസ്ഥാന തല ചിത്രരചനാ മത്സരം നടന്നു. അംഗൻവാടി മുതൽ പ്രൈമറി തലം വരെയുള്ള കുട്ടികൾക്കായി നടത്തിയ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും 200-ലധികം കുട്ടികൾ പങ്കെടുത്തു. പ്രശസ്ത ചിത്രകാരനും സിനിമാ കലാ സംവിധായകനുമായ കൃഷ്ണദാസ് കടവനാട് സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി RP സിദ്ദിഖ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ VS സുമ, വൈസ് പ്രിൻസിപ്പാൾ KR അനിൽ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ കിരീടം ചൂടിയ മത്സരത്തിൽ എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും പരിശീലനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കൃഷിഭവൻ ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ആത്മ ഉപദേശക സമിതി ചെയർമാൻ ബാലാജി M പാലിശ്ശേരി, മുഖ്യാതിഥിയായി ജോസഫ് ജോൺ തേറാട്ടിലിന്റെ നേതൃത്വത്തിൽ മണ്ണിന്റെ ഘടനയെയും മൂലകങ്ങളുടെ അഭാവങ്ങളെയും കുറിച്ചുള്ള സെമിനാർ നടത്തി. കൃഷി ഓഫീസർ അനൂപ് വിജയൻ സ്വാഗതവും ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് കൃഷി ഓഫീസർ അഞ്ജു നന്ദിയും പറഞ്ഞു. വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ, ADC മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, കൃഷി അസിസ്റ്റന്റുമാർ, കർഷകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളർക്കാട് ആദൂരിൽ സ്കൂട്ടർ യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം കവർന്ന പ്രതികളെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. എയാൾ സ്വദേശികളായ കറുപ്പം വീട്ടിൽ മുഷ്താഖ്, തസ്രിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 27-ാം തീയതി വൈകിട്ട് 5 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആദൂർ കള്ളുഷാപ്പിന് മുന്നിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനായി നിന്നിരുന്ന ആദൂർ സ്വദേശി കറുപ്പം വീട്ടിൽ സുധീറിനെയാണ് പ്രതികൾ ആക്രമിച്ച് പണം കവർന്നത്. വഴിയിൽ തടഞ്ഞു നിർത്തി സ്കൂട്ടറിന്റെ ചാവി ഊരിയെടുക്കുകയും ചോദ്യം ചെയ്ത സുധീറിനെ ഇടിക്കട്ട പോലുള്ള ആയുധം വെച്ച് തലയിൽ ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു. തുടർന്ന് ചാവി ഉപയോഗിച്ച് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ബോക്സിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും മൊബൈൽ ഫോണും കവർച്ച ചെയ്തു കൊണ്ടുപോയെന്നാണ് കേസ്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ CV ലൈജുമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജസ്റ്റിൻ വർഗീസ്, രതീഷ്, സുഭാഷ്, സതീഷ് കുമാർ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റും അൻസാർ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. പങ്കാളിത്ത ഗ്രാമമായ കോട്ടോലിലെ വായനശാലയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി KA ഉല്ലാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നിഷ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അൻസാർ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സുർമി മാമു, ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സിനിഷ NA എന്നിവർ നേതൃത്വം നൽകി. അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ J ഫരീദ, വായനശാല പ്രസിഡന്റ് VS സുമിത്ത്, സെക്രട്ടറി പ്രതീഷ് AM എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സുർമി മാമു ബോധവൽക്കരണ ക്ലാസ് നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ് സ്വാഗതവും വാൾഡിയർ ഫാത്തിമ നൌറിൻ നന്ദിയും പറഞ്ഞു. ചൊവ്വല്ലൂർ ലാസിയോൺ ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ബുസ്താനുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. വാർഡ് മെമ്പറും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഷക്കീല ഷമീർ അധ്യക്ഷയായി. സുധീർ പണിക്ക വീട്ടിൽ, ഷിനാസ് ചൊവ്വലൂർ എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ ആര്യ ഐ കെയറിന്റെയും ഐലൻഡ്സ് ഒപ്റ്റിക്കൽസിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ലേറെ പേർ പരിശോധന നടത്തി. ആനവണ്ടിയിലെ ഉല്ലാസയാത്രയ്ക്ക് കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ പെരുവെമ്പ് പഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ വിനോദയാത്രയ്ക്കായാണ് ചാവക്കാട്ടേക്ക് വന്നത്. KSRTC ബസ്സിലെ വിനോദയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയ സംഘം കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സന്ദർശനം നടത്തിയാണ് യാത്രയായത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, പ്രിൻസിപ്പാൾ അജിത PV, പ്രധാനാധ്യാപിക സുമംഗലി ടീച്ചർ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ലോക മണ്ണ് ദിനാചരണത്തിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള ഭാവി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടിക്കര മറിയം ഗാർഡനിൽ നടന്ന സെമിനാർ
കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം അധ്യക്ഷനായി. ചൂണ്ടൽ കൃഷി ഓഫീസർ പി റിജിത്ത് സെമിനാറിൽ വിഷയാവതരണം നടത്തി. പരിസ്ഥിതി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അൻവർ മേത്തർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ബാവ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം നജില സിറാജുദ്ദീൻ, ചെറുനെല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ഒസെബി, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി കെ യൂസഫ് മാസ്റ്റർ, പരിസ്ഥിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം അബ്ദുൾ ജലീൽ ഹാജി, കോർഡിനേറ്റർ മുസ്തഫ കേച്ചേരി, കാർഷിക വികസന സമിതി അംഗം പി കെ പരീദ്, ഷർഫുദ്ദീൻ പട്ടിക്കര എന്നിവർ സംസാരിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV HSS സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേശദാനവും സ്നേഹസാന്ദ്രം പരിപാടിയുടെ ഭാഗമായി ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസക്കാലം നിർധനരായ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ സമാപനവും നടന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ CD സൈമൺ, SMC പ്രസിഡന്റ് TD ദയൻ, MPTA പ്രസിഡന്റ് ഷജീന നസറുദ്ദീൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജി TR, ഹെഡ് മാസ്റ്റർ രത്നകുമാർ എന്നിവർ സംസാരിച്ചു. ലീജി ടീച്ചർ സ്വാഗതവും സുജ TR നന്ദിയും പറഞ്ഞു. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ 68ാം പരിനിർവാൺ ദിനം ആചരിച്ചു. കുന്നംകുളത്ത് നടന്ന ചടങ്ങ് സംഘടനാ സംസ്ഥാന ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. പപ്പൻ വെൺമേനാട് അധ്യക്ഷത വഹിച്ചു. KK വേലായുധൻ, KK നാരായണൻ, AK വേലുകുട്ടി മാഷ്, സലാം വടുതല, TA ബാലൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം പന്നിത്തടം ചിറമനേങ്ങാട് തോട്ടകത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന തിരിക്കപ്പറമ്പിൽ പരേതനായ ശേഖരൻ നായർ മകൻ വേണുഗോപാൽ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജ്യോതി ഭാര്യയും ശില്പ രാഹുൽ എന്നിവർ മക്കളുമാണ്. ചിറ്റാട്ടുകര പള്ളിക്ക് സമീപം താമസിക്കുന്ന പൊറുത്തൂർ മത്തായി നിര്യാതനായി 72 വയസ്സായിരുന്നു. CSB ബാങ്കിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടക്കും. ക്ലാരയാണ് ഭാര്യ. ജോമോൻ, അൺസൺ, മേമോൾ എന്നിവർ മക്കളാണ്. കണ്ടാണശ്ശേരി പറങ്ങനാട്ട് കറപ്പൻ മകൻ കുമാരൻ നിര്യാതനായി 95 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടക്കും. സുഭദ്ര ഭാര്യയും അംബിക, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ തൊഴിയൂർ പരേതനായ കാട്ടകമ്പൽ കൊച്ചുണ്ണി ഭാര്യ ദേവകി നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. നളിനി, സരള, അനീഷ് കുമാർ, സുരേഷ് കുമാർ, വേണുഗോപാൽ, വിനയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് തൃശൂർ ഈസ്റ്റ്. ചാവക്കാട് തൊട്ടുപിന്നിൽ 3 നാൾ കച്ചവട നഗരിക്ക് കലയുടെ വിസ്മയ പകർന്നാട്ടങ്ങൾ സമ്മാനിച്ച 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിൽ വിധി നിർണയത്തിനെതിരെ പ്രതിഷേധം. മത്സരാർത്ഥികൾ വേദിയിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. മത്സരങ്ങളുടെ സമയക്രമം പാളുന്നത് കുട്ടികളെ വലയ്ക്കുന്നു. ഒപ്പന മത്സരത്തിൽ മത്സരാർത്ഥികൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടും ശാരീരിക അവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. സീനിയർ ഗ്രൗണ്ടിലെ വേദിക്കെതിരെയും പരാതി. എരുമപ്പെട്ടിയിൽ വൻ കഞ്ചാവ് വേട്ട. ചരക്കുവാഹനത്തിൽ കടത്തുകയായിരുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ചാവക്കാട് മണത്തല കുന്നത്തു വീട്ടിൽ പ്രൊഫസർ KA ഇന്ദിരയുടെ 3ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.